que se lleve la razón. Sos el viento en las mañanas, sos el aire de mi corazón. A jugársela una vez y ya, a saltar sin red de contención. Lo que venga, que se venga ya y que sea más que vos y yo. Date tiempo para respirar. ബന്ധപ്പെട്ട് അത് പ്രമാണിച്ചുള്ള ലൈസൻസ് റിന്യൂവലിനുള്ള ടെസ്റ്റാണ് ഇവിടെ നടന്നത്. എല്ലാ ജില്ലകളിലും നടക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ഏകദേശം 200-ൽ പരം റെസ്ക്യൂ വോളണ്ടിയേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത 5 വർഷത്തേക്ക് കൂടി അവരുടെ ലൈസൻസ് പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്നതിനുള്ള സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ലൈസൻസ് എന്നൊക്കെ പറയാറുണ്ട്. അത് റീവാലിഡേറ്റ് ചെയ്ത് റിന്യൂ ചെയ്ത് നൽകുന്നതിനുള്ള ടെസ്റ്റാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ പാമ്പുകളെന്ന് പറയുന്നത് വന്യജീവികളാണ്. വന്യജീവികളെ ഹാൻഡിൽ ചെയ്യുന്നത് വനംവകുപ്പിൻ്റെ അംഗീകാരവും പരിശീലനവും നേടിയ വളരെ പ്രൊഫഷണലായിട്ടും വളരെ സേഫായിട്ടും സയൻറ്റിഫിക്കായിട്ടും കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ തന്നെ വേണം എന്ന് നിയമപരമായ നിബന്ധനയുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ട്രെയിനിങ്ങുകൾ അറേഞ്ച് ചെയ്യുന്നതും ചീഫ് വൈൽഡ് വാർഡൻ്റെ അംഗീകാരത്തോടു കൂടിയ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്. ഇതിൽ ഈ ടെസ്റ്റിൽ പങ്കെടുത്ത ആൾക്കാർക്ക് അതിൽ കോൺഫിഡൻ്റ് ആയിട്ട് പാമ്പുകളെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് അതുപോലെ വനംവകുപ്പിൻ്റെ നിബന്ധനകളും മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ പാലിച്ച് സർപ്പ എന്ന മൊബൈൽ ആപ്ലിക്കേഷനിൽ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് ഈ മലപ്പുറം ജില്ലയിലെ റെസ്ക്യൂ വോളണ്ടിയേഴ്സിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വിവരങ്ങൾ അപ്പോൾ അറിയിച്ച് ഒക്കെ റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് അടുത്ത 5 വർഷത്തേക്ക് കൂടി പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്നതിനുള്ള ലൈസൻസ് പുതുതായി റിന്യൂ ചെയ്ത് ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയാണ്. സാർ, മലപ്പുറം ജില്ലയിൽ നിലവിൽ എത്ര വളണ്ടിയർമാരുണ്ട് സാർ? നിലവിൽ 200-ൽ പരം വോളണ്ടിയേഴ്സ് ഉണ്ട്. അതുപോലെ 100-ൽ പരം ട്രെയിനിങ് പൂർത്തിയാക്കിയ വനംവകുപ്പ് ജീവനക്കാരുണ്ട്. വനംവകുപ്പിൻ്റെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ, അതുപോലെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ, അങ്ങനെ പല കാറ്റഗറീസിലുള്ള ഉദ്യോഗസ്ഥർ കോൺഫിഡൻ്റ് ആയിട്ട് പാമ്പുകളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ട്രെയിനിങ് പൂർത്തിയാക്കിയ 100-ൽ പരം ആൾക്കാരുണ്ട്. അതുപോലെ പൊതുജനങ്ങളിൽ നിന്ന് വനംവകുപ്പിൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്ന 200-ലധികം റെസ്ക്യൂ വോളണ്ടിയേഴ്സ് ഉണ്ട്. ഇതൊരു വോളണ്ടറി സർവീസായിട്ടാണ് നൽകി പോരുന്നത്. പകലും രാത്രിയും ഒക്കെ ഏത് സമയത്ത് വിളിച്ചു കഴിഞ്ഞാലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ പെട്ടെന്ന് തന്നെ ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും പ്രൊഫഷണലായിട്ടുമുള്ള സഹായം എത്തിക്കാൻ താല്പര്യമുള്ള സന്നദ്ധതയുള്ള വോളണ്ടിയേഴ്സിൻ്റെ ഒരു ടീമാണ്. വോളണ്ടിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം വാഹനത്തിൽ അവരുടെ കയ്യിലെ കാശ് മുടക്കി പെട്രോൾ അടിച്ചിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ അവർക്കൊരു പ്രോത്സാഹനം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ പലരും ആ സമയത്ത് രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ വിളിക്കുമ്പോൾ വരുന്ന, അല്ലെങ്കിൽ പകൽ സമയത്ത് എന്തെങ്കിലും പെയിൻറ്റിങ്ങോ മറ്റെന്തെങ്കിലുമൊക്കെ അവരുടേതായ ജീവനോപാധികൾ അതുമായിട്ട് ബന്ധപ്പെട്ട ജോലികളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അത് നിർത്തിവെച്ചിട്ടൊക്കെ ആയിരിക്കും പലരും വരുന്നത്. അപ്പോൾ അവർക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ പലരും എന്തെങ്കിലും പെട്രോൾ കാശ് എന്നുള്ള രീതിയിൽ കൊടുക്കാറുണ്ട്. അത് വാങ്ങിക്കോളാൻ അവർക്ക് അനുമതി കൊടുത്തിട്ടുണ്ട്.